ഹൊസന്റെ മരുതോങ്കര ഡിവിഷൻ അതിൽ ബ്ലാങ്കറ്റ് അങ്ങോട്ട് തന്നത്, ഞാനിവിടെ വെൽഫെയറുമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്, അവർ വെൽഫെയറിന് വേണം സീറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പേര് ഇവിടെ നമ്മൾ തരും. അത് മരുതോങ്കര മാത്രമുള്ള കിഴക്കൻ ഡിവിഷനാണ്, കിഴക്കൻ, അത് ഇവിടുന്ന് ചെയ്തോളും, പേര് തരും, ആ പേരങ്ങോട്ട് തരും. ഇന്ന് വെൽഫെയറിൻ്റെ വിവരം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയതിന് ശേഷം അവർക്കില്ലെങ്കിൽ ഒരു പേര് തരും, കാരണം കൊണ്ട് അത് ഒഴിവാക്കിയിട്ടൊക്കെ തന്നത്. അധികാരം തുടർച്ചയായി നഷ്ടമായതിന്റെ അങ്കലാപ്പിൽ അതിരും കിളിയും പോയ കോൺഗ്രസും മുന്നണിയും മതരാഷ്ട്രവാദികളുമായി ഏതാണ്ട് പരസ്യമായ സഖ്യത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും എന്തിന് BJP പോലും സഖ്യമായാൽ വേണ്ടിയില്ല, ഇടതുമുന്നണിയെ തോൽപ്പിക്കണം. പക്ഷേ കച്ചകെട്ടി ഇറങ്ങിയ മഴവിൽ സഖ്യത്തിൽ തമ്മിലടിക്കും കുറവില്ല. നേതാക്കളും അണികളും UDF മുന്നണിയിലെ കക്ഷികളും തമ്മിൽ പ്രായഭേദമന്യേ അടിയാണ്, കൂട്ടയടി. ആഗോള സൂചികയിൽ പോലും ഇടം പിടിക്കുന്ന അതിദാരിദ്ര്യ മുക്തിക്ക് പിന്നാലെ കേവല ദാരിദ്ര്യം കൂടി തുടച്ചു നീക്കി ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുമായി അരക്കിട്ട സംഘടനാശേഷിയോടെ പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയാകെ വികസന പന്ഥാവിൽ ആർക്ക തേജസ്സോടെ കുതിക്കുകയാണ്. 1,23,175 കോടി രൂപ ചിലവിട്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ തിളങ്ങുന്ന മാതൃകയെ തകർക്കാൻ മൂല്യച്യുതിയുടെ മഴവിൽ സഖ്യത്തിനാകുമോ? മാഫിയകളുമൊത്തുള്ള കോർപ്പറേറ്റ് മിനിയേച്ചറിൽ സ്വന്തം പ്രവർത്തകരും പ്രാദേശിക വക്താക്കളും ജീവനൊടുക്കുന്ന BJP, തലങ്ങും വിലങ്ങും തമ്മിൽ തല്ലുന്ന കൂട്ടരാജിയുടെ കുടയിൽ മൃദുഹിന്ദുത്വവും മതരാഷ്ട്രവാദവും മേമ്പൊടിയാക്കി കോൺഗ്രസും കൂട്ടരും. ചക്കേത് ചുക്കേത് എന്നറിയാത്ത, സ്വന്തം വോട്ട് പോലും ഉറപ്പിക്കാനാകാത്ത വ്യക്തികളെയും സൈബർ ഇടങ്ങളിലെ വ്യാജ പ്രചാരണവും കൂട്ട്. തദ്ദേശമെന്ന നിയമസഭാ ട്രയലിൽ ജനതതി ആർക്കൊപ്പം? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: എ സമ്പത്ത് CPIM പ്രതിനിധി, തൗഫീഖ് കോൺഗ്രസ് പ്രതിനിധി, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ആദ്യം രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ M ജയചന്ദ്രൻ, KT ജെയിംസിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. DCC പ്രസിഡന്റിനോട് പറയുന്ന വോയിസ് ക്ലിപ്പ് ഒരിടത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട്. അവരുടെ സീറ്റുകൾ കൂടി, അവരുടെ സ്ഥാനാർത്ഥികളെ കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ആരാണ് ആ സ്ഥാനാർത്ഥി? വെൽഫെയർ പാർട്ടി. അതാരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി, മതരാഷ്ട്രവാദികൾ. അതെ അജിൻഷാദെ, ഈ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് ഒഴിച്ചിടുക എന്നുള്ളത് അവര് നിലമ്പൂർ ഇലക്ഷൻ മുതൽ പരസ്യമാക്കിയ ഒരു സംഗതിയായി മാറി. ഇന്ന് അതിനപ്പുറത്തേക്ക് കടന്ന് സാക്ഷാൽ ലീഗിന്റെ അധ്യക്ഷനുണ്ടല്ലോ, തങ്ങൾ, പാണക്കാട് തങ്ങൾ, അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PV അൻവറുമായി UDF ധാരണ ഉണ്ടാക്കും. അപ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അദ്ദേഹത്തോടുണ്ടായി, അല്ല അദ്ദേഹം വിമത സ്ഥാനാർത്ഥികളെ പലയിടത്തും നിർത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ തികച്ചും സ്വാഭാവികമാണ്, ഞങ്ങൾ തമ്മിൽ അത് ഒത്തുതീർപ്പായിക്കോളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഈ എന്താണ് ഉദ്ദേശം, മുന്നണി എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമാക്കുകയാണ് ആദരണീയനായ പാണക്കാട് തങ്ങൾ, ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ എന്തിനാണിത്? അതും അദ്ദേഹം പറയുന്നുണ്ട്. അതും അദ്ദേഹം ഈ സാന്ദർഭികമായി തന്നെ മറുപടി പറയാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരം ലഭിക്കണം, ഇതാണ് പ്രശ്നം. അപ്പോ ഈ ഐക്യജനാധിപത്യ മുന്നണി എന്ന UDF മുന്നണിക്ക് അധികാരം ലഭിക്കുക എന്നുള്ള ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയിലേക്ക് തങ്ങൾ എത്തിക്കഴിഞ്ഞുവെന്നും അതിനായി ഏത് മുള്ളു മുരട് മൂർഖൻ പാമ്പ് ആണെങ്കിലും അതൊക്കെ സ്വീകാര്യമാണ് എന്ന് നേതാക്കൾ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ലൈനിലാണ് ഇന്ന് കാര്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രത്യേകിച്ചും പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വൈകുന്നേരം മുഖ്യമന്ത്രി പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. അതില് നമ്മൾ ഇത് വെച്ച്, സംഗതി തെരഞ്ഞെടുപ്പാണല്ലോ അജിൻഷാദ്, എന്ത് പറഞ്ഞാലും എന്തിനാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ചോദിച്ചാൽ അത് പ്രാദേശിക സർക്കാരാണ്. പ്രാദേശിക സർക്കാരിലേക്ക് എത്രത്തോളമാണ് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് എന്ന് ഇന്ന് അറിയണമെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്ന എവിടെയാണെന്നറിയാമോ? ആ പ്രാദേശിക സർക്കാരിൽ, പഞ്ചായത്തുകളിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാകെ
എങ്ങനെ എത്രത്തോളം ജനകീയമായി കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ അക്ഷയ സെന്ററുകൾ സന്ദർശിച്ചാൽ മതി. കാരണം അക്ഷയ സെന്ററുകളിൽ ചെന്നാൽ മതി ആൾക്കാര്. അവിടെ പഞ്ചായത്തിൽ പോയി അവിടെ പഴയ കാലത്തെ പോലെ കാത്തുകെട്ടി നിന്ന് അപേക്ഷ കൊടുത്ത് ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്ത് പിന്നെ അവര് തരുന്ന മറുപടി ഇന്ന ദിവസം വരുവാണ് മറുപടിയും കാത്തു കെട്ടിക്കിടക്കേണ്ട ഒരാവശ്യവും വരാത്ത വിധം അത്രമേൽ സുതാര്യമായി വളരെ ട്രാൻസ്പെറന്റ് ആയി തദ്ദേശ സ്ഥാപനങ്ങൾ ജനകീയ സർക്കാരായി മാറുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഏറ്റവും തെളിവുറ്റ ഇടങ്ങളായി മാറുന്ന സ്ഥലങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അവിടെ തന്നെ കണ്ടാൽ അറിയാൻ കഴിയുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഈ എന്താണ് ചെയ്തു പോകണം അപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ നവംബർ 1 പിന്നെ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഇനിയിപ്പോ അടുത്ത 5 വർഷം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെ LDF പ്രഖ്യാപിച്ചല്ലോ. അതിൽ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനമായി എനിക്ക് അനുഭവപ്പെട്ടത് ഈ കേവല ദാരിദ്ര്യ വിമുക്ത കേരളം. അതിനെ എത്രമേൽ പ്രതിഫലിച്ചാണ് മനോരമ എന്റെ കുഞ്ചുകുറുപ്പ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ കുഞ്ചുകുറുപ്പിന്റെ ആ പോക്കറ്റ് കാർഡും എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത്. ഈ കേവല ദാരിദ്ര്യം വിമുക്തമാക്കും കേരളം എന്ന് LDFന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞതിനെ അത് കഴിഞ്ഞാൽ പിന്നെ പതിവ് ദാരിദ്ര്യമായിക്കൊള്ളുമല്ലോ എന്നാണ് കുഞ്ചുകുറുപ്പിന്റെ കമന്റ് വരുന്നത്. അപ്പൊ ഈ പതിവ് ദാരിദ്ര്യം എന്നുള്ളത് ഒരു സംജ്ഞ, അങ്ങനെ ഒരു പ്രയോഗം പിന്നെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ സാമ്പത്തിക സൂചകങ്ങളിൽ എവിടെയും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ പിന്നെ അധ്യാപകനും കൂടെയായ നിയമ അധ്യാപകനും കൂടെയായ ഡോക്ടർ സമ്പത്തിന് കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും. എന്താണ് ഈ കോമൺ പോവർട്ടി എന്ന് പറഞ്ഞാൽ പതിവ് ദാരിദ്ര്യം എന്ന് പറയുന്നത്? ശരിയാണ്. ഇന്ന് ഒരു പ്രമുഖ പത്രത്തില് ഈ ഇത്തരം ദാരിദ്ര്യ ലഘൂകരണ പരിപാടികളെ, പദ്ധതികളെ, ജനകീയ പദ്ധതികളെ ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണിൽ പ്രതിഫലിച്ച വളരെ നിരുത്തരവാദപരമായ ഒരു വിഷയമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ശരിയാണത്. ഞാൻ തിരിച്ചെത്താം രാഷ്ട്രീയത്തിലേക്കും അതിന്റെ സമഗ്രതയിലേക്കും. അവസാനിപ്പിക്കാം. അത് ഈ കേവല ദാരിദ്ര്യം എന്ന് പറയുന്ന അബ്സല്യൂട്ട് പോവർട്ടിയാണ്, സമ്പൂർണ്ണ ദാരിദ്ര്യമാണല്ലോ അത്. ഈ അതിദാരിദ്ര്യം വിമുക്തമായി കഴിഞ്ഞ കേരളത്തിൽ പിന്നീട് ഈ അബ്സല്യൂട്ട് പോവർട്ടി, സമ്പൂർണ്ണ ദാരിദ്ര്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ, അത്തരം ആൾക്കാരെ 5 വർഷം കൊണ്ട് അതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ള കർമ്മ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അതിനെയാണ് പോക്കറ്റ് കാർട്ടൂൺ വഴി മലയാള മനോരമ എന്ന് പറയുന്ന മീഡിയ ഹൗസ് പരിഹരിക്കുന്നത്. ആർക്ക് വേണ്ടി? UDFന് വേണ്ടി. UDFന് വേണ്ടിയിട്ടാണല്ലോ അവർ നിലകൊള്ളുന്നത് തന്നെ. അപ്പൊ പക്ഷേ അവർ ആ ഒരു മീഡിയ ഹൗസ്, 1-ാം സ്ഥാനത്ത് തങ്ങൾ നിൽക്കുന്നു അവകാശപ്പെടുന്ന മീഡിയ ഹൗസ് ലോകത്തൊരിടത്തും ഇതുവരെ പറഞ്ഞു പോയിട്ട് പോലും ഇല്ലാത്ത ഒരു പുതിയ വിഭവം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്, പതിവ് ദാരിദ്ര്യം. ആ പതിവ് ദാരിദ്ര്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ മനോരമ തയ്യാറാകും എന്ന് നമ്മൾ വ്യാമോഹിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഇനി അത് ശകാരവുമാകാം, അങ്ങനെയും വരും ഇനി പിന്നാലെ. ഇതൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ള അട്ടിപ്പേറുകളായി കൊണ്ടുവരാൻ പോകുന്ന ഈ മൂല്യവത്തായ സാധനങ്ങൾ എന്ന് കാണിച്ചു തരികയാണ് മനോരമയുടെ പോക്കറ്റ് കാർട്ടൂൺ വഴി ഇന്ന് കേരളത്തോട് ചെയ്യുന്നത് എന്നതും കൂടെ ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ് അവർ ചെയ്തത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. തൗഫീഖ്, അതായത് ഇത്തരത്തിൽ പല വിധത്തിലുമുള്ള പ്രവർത്തികൾ വിവിധ മാധ്യമങ്ങൾ നിങ്ങൾക്കായി ചെയ്യുന്നുണ്ട്. അതാണ് ശ്രീ M. ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത ഇന്നിപ്പോൾ നിഴലിച്ചു നിൽക്കുന്നത്, നിങ്ങൾ നേരത്തെ തന്നെ പരസ്യമായി ഉറപ്പിച്ചതാണ്, ലീഗ് അടക്കമുള്ളവർ. പക്ഷേ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പലപ്പോഴും പല ഘട്ടത്തിലും പറഞ്ഞു. മതരാഷ്ട്രവാദികളുമായുള്ള ബന്ധം അത് മറനീക്കി പുറത്തെത്തിയിരിക്കുകയാണ്. KPCC അംഗം സ്വന്തം DCC പ്രസിഡന്റ് അയച്ച വോയിസാണ് പുറത്തെത്തിയത്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. തൗഫീഖ്. അജിംഷാദെ, ഇത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധമാണ് അങ്ങ് ചോദിച്ചതെങ്കിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്, അത് UDF സ്വീകരിച്ചിട്ടുമുണ്ട്. അതെപ്പോൾ മറ്റ് നീക്കുപോക്കൊന്നും അക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ഞങ്ങളുടെ മുന്നണി സമ്പ്രദായത്തിൽ, അതായത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷനിൽ UDFൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിക്കുന്നില്ല. 3 പതിറ്റാണ്ടുകാലം വെൽഫെയർ പാർട്ടിയുടെ പഴയ രൂപമായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും, ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് ഏത് മുന്നണിയായിരുന്നു എന്നുള്ളതും കേരളത്തിന് മുന്നിൽ വളരെ വ്യക്തമായ ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്.
ആ ഘട്ടത്തിൽ തന്നെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത അടക്കം നിഴലിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി ഇത്തരത്തിൽ വില കുറഞ്ഞ ഇലക്ഷൻ സ്റ്റണ്ടുമായി രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യം അങ്ങ് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട അഭിപ്രായം പങ്കുവെച്ച ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ അടക്കം ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ സാർ അടക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. എൻ്റെ സാറെ വളരെ വിനീത വിധേയമായി അങ്ങയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോൺഗ്രസിനകത്ത് ഏതാണ്ട് വല്ലാത്ത രീതിയിൽ തർക്കമുണ്ട്, കോൺഗ്രസിനകത്ത് വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഏതെങ്കിലുമൊക്കെ ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ വിൽപ്പന ഇനി മാറ്റി നിർത്തണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനെയൊക്കെ വിൽപ്പനയുടെ കാലം കഴിഞ്ഞു. ആ കച്ചവടത്തിന് ഇനി കമ്പോളത്തിൽ മാർക്കറ്റില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇടതു നേതാക്കളും CPM നേതാക്കളും ഓർക്കണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇടതു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളം ഏതാണ്ട് വല്ലാത്ത രീതിയിൽ കേരളം മുന്നോട്ട് പോയി, കേരളത്തിന് വല്ലാത്ത രീതിയിൽ കേരളം നേട്ടം കൈവരിച്ചു എന്ന് പറയുന്നിടത്താണ് ഈ ഇരട്ടത്താപ്പുകൾ നിലനിൽക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് മുന്നിലൂടെയുണ്ട്. സാധാരണ ജനങ്ങൾ അസാധാരണമായ സംഭവ വികാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വർത്തമാന കാലത്ത്, അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്, സാധാരണ ജനങ്ങൾ അസാധാരണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തെ ബഹുമാനരായ സംവിധായകർ ഈ സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 9.5 വർഷക്കാലമായി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ ശേഷം സമസ്ത മേഖലകളും തച്ചു തകർത്ത് മുന്നോട്ട് പോയ ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ വിധി എഴുതാൻ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സമാഗതമാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമായി അജിംഷാദെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളെ പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമി അടക്കം PV അൻവർ മുന്നണിയിൽ, അതായത് ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളുടെ മുന്നണിയിലില്ല. ഇതേ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലൊക്കെ പറഞ്ഞു നോക്കുമ്പോഴാണ് ഇതിനെ CPM വിമർശിക്കുമ്പോഴാണ് ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയ ആളുകളാണ് ഇതിനെ വിമർശനത്തിന്റെ അമ്പുമായി കടന്നു വരുന്നതെന്ന് ഓർക്കണം. അതായത് ഇതിന്റെ രാഷ്ട്രീയമായ മറുപടി CPIM ഇടതുപക്ഷ വക്താവും പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു മാധ്യമ ക്യൂരിയോസിറ്റിയാണ്. ഇടതുപക്ഷം താങ്കൾ പറയുന്നു ഇടതുപക്ഷം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അർഹമായ മറുപടി തന്നിട്ടുണ്ട്. അതായത് വെൽഫെയർ പാർട്ടിയുടെ അത് UDF സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് നീക്കുപോക്കൊന്നും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നണിയുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ പരോക്ഷമായോ ഒരു ബന്ധവും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ സാധാരണക്കാർ ഇല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിട്ടുണ്ടാകാം. അത് CK ജാനുവിന്റെ പാർട്ടി ആകട്ടെ, അത് PV അൻവറിന്റെ പാർട്ടി ആകട്ടെ, ഇപ്പൊ വെൽഫെയർ പാർട്ടി ആകട്ടെ, അവർ ഞങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാവുന്നുണ്ട്. ഞങ്ങളുടെ മുന്നണിയിൽ പ്രത്യക്ഷമായ പരോക്ഷമായോ അവർ രംഗത്തില്ല എന്നുള്ള അങ്ങ് സംസാരിക്കരുത്. എനിക്ക് വളരെ കൃത്യമായ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അങ്ങനെ ഏതൊക്കെ തരത്തിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും വളരെ കൃത്യമായി അതിനുള്ള മറുപടി ഞാൻ അങ്ങേക്ക് നൽകി കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് ഈ സർക്കാർ അല്ല, ജിംഷാദിനെ ആവശ്യപ്പെടുന്ന മറുപടിയും കൈരളി ആവശ്യപ്പെടുന്ന മറുപടിയും ഞാൻ നൽകാൻ തയ്യാറാണ്. അത് പ്രായോഗികമല്ല. മറ്റേ നമ്മുടെ കുട്ടി നേതാക്കന്മാരും ഒക്കെ തുടങ്ങിയതാണ്. താങ്കളും തുടർന്നോളൂ. പക്ഷേ കൈരളിയുടെ മേൽ കുതിര കയറിക്കുള്ളൂ, അത് പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്നത് തൗഫീക്ക് ഏറ്റവും ലളിതമായ കാര്യമാണ്. ഈ നീക്കുപോക്കോ പിന്തുണയോ എന്നുള്ളതല്ല, മറിച്ച് വ്യക്തമായ രീതിയിലെ ഒരു സഖ്യ സ്വഭാവത്തിലെ മുന്നണി സ്വഭാവത്തിലെ ഐക്യം വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും പുതിയതായി പുറത്തെത്തിയ KT ജെയിംസ് എന്ന KPCC അംഗത്തിൻ്റെ വാക്ക് അവരുടെ DCC പ്രസിഡന്റ് നൽകിയത്. അതെങ്ങനെയായി? അതിനെക്കുറിച്ച് പറയൂ താങ്കൾ, നിങ്ങൾ ഈ പ്രേക്ഷകരോട് പറയൂ, കൈരളിയോട്. ശരി, അങ്ങയുടെ ചോദ്യം കഴിഞ്ഞല്ലോ. അങ്ങ് കൈരളി അനാവശ്യമായി വിമർശിക്കാൻ വരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ വാർത്തകളെ വളച്ചൊടിക്കാൻ വ്യഗ്രത കാണിക്കുമ്പോൾ കൈരളിയെ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതിനിപ്പുറത്തേക്ക് ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള
വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അങ്ങ് ചോദിച്ചതെങ്കിൽ അതിലേക്കാണ് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയുടെ പഴയ രൂപമായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി മുന്നണിക്കകത്ത് വാങ്ങിയ ആളുകൾ പോലെ അല്ല ഞങ്ങളെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഞങ്ങളെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഞാൻ പരിപൂർണമായ നിലയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങിങ്ങനെ ഇടപെടരുത്. അവരുടെ പിന്തുണ വാങ്ങിച്ച ആളുകളാണെന്ന് CPM. അവരുടെ പിന്തുണ വാങ്ങിച്ച ആളുകളാണ് CPM. അതിനോടൊപ്പം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നണിയുമായി പണ്ട് ഇടതുമുന്നണി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. അജിംഷാദെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അജിംഷാദെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ മുന്നണിയുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിക്കുന്ന ആളുകളല്ല ജമാഅത്ത് ഇസ്ലാമി. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് നീക്കുപോക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് ഇനി ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം കുറെ അവകാശവാദങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് മറുപടി പറയാൻ കൂടി അങ്ങ് എനിക്ക് അനുവദിക്കണം. അതിനാണ് ഞാൻ മുൻപ് മറുപടി പറഞ്ഞത്. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു ഭരണകൂടമാണ് കേരളത്തെ ഭരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. സകല മേഖലകളിലും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന സ്ഥിതിവിശേഷമാണ്. സാധാരണ ജനങ്ങൾ അസാധാരണ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടെന്ന് സൂചിപ്പിച്ചാൽ ഞാൻ അതിലേക്ക് വരാം. ആരോഗ്യ മേഖല, ഇത് മുൻകാലങ്ങളിൽ എങ്ങും ഇല്ലാത്ത തരത്തിൽ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് സർ. ആരോഗ്യ മേഖല എങ്ങനെ വെന്റിലേറ്ററിലായി എന്ന് സൂചിച്ചാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ സർജറിക്ക് പോകുന്നവർ സൂചിയും നൂലും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ദാരുണമായ ദുഃഖകരമായ സാഹചര്യം നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും SIT മെഡിക്കൽ കോളേജിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ്. പാലക്കാട് വടകരപ്പതി ചുരപ്പാറയിൽ തകര ഷീറ്റ് വെച്ച് മറച്ച വീട്ടിലെ 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരി വിനോദിനി, ആ വിനോദിനിയുടെ കാര്യം അങ്ങക്ക് ഞാൻ പറയേണ്ടതില്ല. കളിക്കുമ്പോൾ കൈക്ക് വീണ് പരിക്കേറ്റ ആശുപത്രിയിൽ ചെന്ന് ചികിത്സാ പിഴവ് മൂലം വലത് കൈ മുറിച്ചു മാറ്റി. ആ വലത് കൈ മുറിച്ചു മാറ്റിയത് ഇതേ ആരോഗ്യ രംഗത്താണ്. ഇതേ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന ആരോഗ്യ കേരളത്തിലാണ്. എന്നിട്ട് വലിയ അവകാശവാദങ്ങളാണ്, എന്നിട്ട് വലിയ പ്രഖ്യാപനങ്ങളാണ്. അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കകമാണ് വിനോദിനിയുടെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ, വിനോദിനിയുടെ ചിരിച്ചിരിക്കുന്ന ചിത്രം കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം കണ്ടതെങ്കിൽ ആ വിനോദിനിക്ക് 2 ലക്ഷം രൂപ, ആ 2 ലക്ഷം രൂപ ചികിത്സാ സഹായമായി നൽകുമെന്ന് പറഞ്ഞത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ കുടുംബത്തോട് ചോദിക്കണം. അതിനിപ്പുറത്തേക്ക് കേരളം വിലക്കയറ്റം മൂലം വല്ലാത്ത രീതിയിൽ പൊറുതിമുട്ടുന്ന സാഹചര്യമാണ് ജിംഷാദെ, പൊറുതിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 മാസക്കാലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. 1200 കോടി രൂപയിലധികം സപ്ലൈകോയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ 120 കോടി രൂപ സഹായധനം അനുവദിച്ച് എങ്ങും എത്താത്ത രീതിയിൽ, സപ്ലൈകോയ്ക്ക് വിപണിയിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിൽ സപ്ലൈകോയെ അടക്കം പൊതുവിതരണ സമ്പ്രദായത്തെ അടക്കം പ്രതിസന്ധിയാക്കിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ കർഷകരുടെ അവസ്ഥ ഞാൻ പറഞ്ഞറിയിക്കേണ്ട സാഹചര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നെല്ല് സംഭരണം അടക്കം വളരെ കൃത്യമായി വ്യക്തമായും നിർവഹിച്ച സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ന് കർഷകന്റെ കണ്ണീര് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ എത്രയാണ്? ഞാൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ നെല്ല് കർഷകർക്ക് ഇതുപോലെ നെല്ല് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നെല്ല് അല്ല, ഇവിടെ അങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നെല്ല് കർഷകർ എങ്ങും പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അവരുടെ കണ്ണീര് പാടത്ത് വീഴേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അതായത് മില്ലുടമകൾ ഉത്തരവാദിത്തമില്ല, സർക്കാരിന് ഉത്തരവാദിത്തമില്ല, സപ്ലൈകോയ്ക്ക് ഉത്തരവാദിത്തമില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെയുണ്ട്. കേരളത്തിലെ പോലീസ് സംവിധാനം അടക്കം ഇത്തരത്തിൽ കയറഴിച്ചു വിട്ടൊരു സാഹചര്യം ഇതിനു മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ശബരിമല അടക്കം, ബഹുമാനപ്പെട്ട കോടതി അടക്കം അത് നിരീക്ഷണം നടത്തിയ സാഹചര്യം നമുക്ക് മുന്നിലൂടെയുണ്ട്. ശബരിമലയിലെ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠങ്ങളും കട്ടുമുടിച്ച് അതിന്റെ കമ്മീഷൻ കൈപ്പറ്റിയ സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് SIT അന്വേഷണം നടക്കുന്നത്. ഞാൻ പറഞ്ഞത്
അല്ല താങ്കളിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഞാൻ എന്ത് വിടുന്ന അജിംഷാദെ, ഇവിടെ CPM-ന്റെ പ്രമുഖ നേതാവ് സാക്ഷാൽ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരി, ആത്മബന്ധം പുലർത്തുന്ന ആൾ N. വാസു എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലായ സാഹചര്യം നമുക്ക് മുന്നിലൂടെയുണ്ട്. എന്റെ ജില്ലയുടെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാകെ UDF-ന്റെ INTUC-യുടെ സംഘടനാ നേതാക്കളാണ്. അതൊക്കെ വിടൂ. അത് അതിന്റെ അന്വേഷണം അതിന്റെ മുറയ്ക്ക് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ. കട്ടവരൊക്കെ പുറത്തെത്തിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടല്ലോ. കടുംവെട്ട് മന്ത്രിസഭയുടെ പൂർവ്വകാലങ്ങളല്ലല്ലോ നമുക്കുള്ളത്. ഇവിടെ അത്തരത്തിലൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കപ്പെടുന്ന കാര്യമുണ്ട്. ഇനി കർഷകരെ കുറിച്ച് തൗഫീഖ് പറഞ്ഞ കാര്യം, 30 രൂപ താങ്ങുവില നെല്ലിന് കിട്ടുന്ന ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനമില്ല കേരളമല്ലാതെ. ഏതോ ഒരു കർഷകൻ ഇരിപ്പുണ്ട് ഇവിടെ, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. പിന്നീട് ആരോഗ്യരംഗം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിന്റെ പല സൂചികകളിലും ഒന്നാമതെത്തിയത് കാണാം. ദി എക്കണോമിസ്റ്റിൽ ഇന്നലെ വന്ന വാർത്ത താങ്കൾ കണ്ടിരിക്കും. സൂര്യ തേജസ്സോടുകൂടി തിളങ്ങുന്ന കേരളത്തിന്റെ വികസന മാതൃക ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്, ലോകത്തിന് മാതൃകയാണ്, സ്കാൻഡിനേവിയൻ നാടുകൾക്കൊപ്പമാണ് എന്ന് അവർ എഴുതിയത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒത്താശ അനുസരിച്ചല്ല. ഇതൊക്കെ താങ്കൾ മനസ്സിലാക്കണം. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഞാൻ തിരിച്ചെത്താം. ശ്രീ എ. സമ്പത്ത്, കാർഷിക രംഗം, ആരോഗ്യരംഗം, തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട അധികാര വികേന്ദ്രീകരണത്തിൻ്റെ എല്ലാവിധ ചെറു പോക്കറ്റുകളിലും കർഷകരടക്കം ആകെ പ്രശ്നമാണ്, ആരോഗ്യ മേഖല പ്രശ്നമാണ്. ഇങ്ങനെ 9.5 വർഷത്തിലെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് മതരാഷ്ട്രവാദികളെങ്കിൽ അവരുമായും കൈകോർക്കുന്നത്. ഇതാണ് തൗഫീഖ് പറഞ്ഞതിൻ്റെ അന്തസത്ത. അജിംഷാദെ, നമ്മുടെ ഈ ചർച്ചയിൽ ആങ്കറായിട്ടുള്ള അജിംഷാദും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ശ്രീ തൗഫീഖും ചന്ദ്ര സാറിനെ എന്നെക്കാൾ പ്രായത്തിൽ ഇളമുറക്കാരായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒപ്പം പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു അപഭ്രംശം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിലെ ഏകകക്ഷി ഭരണത്തിന് അന്ത്യം കുറിക്കുകയും മുന്നണി സംവിധാനം എന്നുള്ള നിലയിലേക്ക് വരികയും VM നമ്പൂതിരിപ്പാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അധികാര കുത്തക, അതിൻ്റെ അപ്രമാദിത്വം അവസാനിക്കുകയും ചെയ്യുന്നത്. 1977 ഇപ്പോൾ തൗഫീഖ് ജനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്. അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പലരും, വിശേഷ്യ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ ഗ്യാനി സെയിൽ സിംഗ് പിന്നീട് ഇന്ത്യയുടെ പ്രസിഡൻ്റായി, രാഷ്ട്രപതിയായി, ശ്രീ ഗ്യാനി സെയിൽ സിംഗ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ആലോചന നടക്കുകയുണ്ടായി ഡൽഹിയിൽ വെച്ച്. ആ ആലോചനയുടെ പരിണതഫലം എന്ത് എന്ന് ചോദിച്ചാൽ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന കള്ളസന്യാസിയെ രാഷ്ട്രീയമായി കോൺഗ്രസിന് അനുകൂലമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ 1977 രാഷ്ട്രീയാധികാരം നഷ്ടപ്പെട്ടതായ കോൺഗ്രസിന് രാഷ്ട്രീയാധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഭിന്ദ്രൻവാല എന്ന കള്ളസന്യാസിക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ എന്ന് ചോദിച്ചാൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ ചാരപ്പണി നടത്തുന്ന, മാന്യമായ ഭാഷയിൽ രഹസ്യാന്വേഷണ വിഭാഗമായ ആ റോയുടേതായിട്ടുള്ള ഉന്നതനായ ഉദ്യോഗസ്ഥൻ ശ്രീ GBS സിദ്ധു ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഡീക്ലാസിഫൈഡ് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. ഇത് ചില പാർലമെൻ്ററി കമ്മിറ്റികളിലടക്കം ചർച്ചയ്ക്ക് വന്നൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും അത്തരത്തിൽ ഭിന്ദ്രൻവാലയ്ക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ എല്ലാ ഒത്താശയോടും കൂടി കോടിക്കണക്കിന് രൂപ അത്തരത്തിലേക്ക് ഒഴുക്കി. എന്നിട്ടോ അവിടെ ഈ ശിരോമണി അകാലിദളിൻ്റെ രാഷ്ട്രീയ സ്വാധീനം അത് കുറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രധാനമായും ഈ പണിയെല്ലാം ചെയ്തത്. അവിടെ ഈ സിഖ് മതവിഭാഗവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് അകാലിദൾ എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോഴും ഓർക്കണം, കേരളത്തിലെ ഒരു കാലത്ത് വൈക്കം സത്യാഗ്രഹം അടക്കം നടക്കുമ്പോൾ അങ്ങനെ അന്നത്തെ അകാലികളുടെ നേതാക്കന്മാർ സകുടുംബം വരികയും കേരളത്തിൽ ഈ നമ്മളൊക്കെ കഴിക്കുന്ന ഈ ചപ്പാത്തി ഉണ്ടല്ലോ അതിൻ്റെ ഈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഞാനിപ്പോൾ വേറെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണത്തിനല്ല, നത്തിങ് എൽസ് ബട്ട് ഹിസ്റ്ററി, നത്തിങ് എൽസ് ബട്ട് ഫാക്ട്സ്.
അപ്പോൾ ഇത് എന്നിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ചെയ്തത് ഈ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്, SGPCയുടെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിൽ അകാലിദളിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിൻ്റെ എല്ലാവിധത്തിലുള്ള ആ സർവ്വസന്നാഹങ്ങളും അങ്ങനെ ഒഴുക്കിയത്, സഹായം നൽകിയത് ഇങ്ങനെ ഈ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് തിരിച്ചൊരു സഹായമുണ്ടായി. ആ സഹായം എന്നുള്ളത് പഞ്ചാബിൽ ഈ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരത്തിൽ ഭിന്ദ്രൻവാലയുടെ പടവും വെച്ച് അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. തീരുന്നില്ല. 1970കളുടെ അവസാനത്തിൽ തുടങ്ങി 1980കളാവുമ്പോഴേക്കും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കം അങ്ങനെ ഭിന്ദ്രൻവാലയുടെ പടവും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പടവും അവരുടെ തെരഞ്ഞെടുപ്പ് ചിത്രവും വെച്ചുകൊണ്ട് കേരളത്തിൽ ഇക്കാര്യങ്ങൾ ഇവിടെ ദേശാഭിമാനിയിൽ മാത്രമൊന്നുമല്ല ഇത് റിപ്പോർട്ട് ചെയ്തു വന്നത്. ഇന്ന് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചാരവേലകളും നടത്തുന്ന മലയാള മനോരമയിലും മാതൃഭൂമിയിലും അടക്കം ഇതിൻ്റേതായിട്ടുള്ള ചിത്രങ്ങൾ അന്ന് അച്ചടിച്ച് വന്നതാണ്. ഞാനന്നൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എവിടേക്ക് എത്തിയെന്നുള്ള അന്ന് CPIMൻ്റെ നേതാക്കൾ, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലടക്കം പങ്കെടുത്ത പഴയ 14 വയസ്സുകാരനായ കുട്ടി, ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവ് അന്നത്തെ ഇന്ത്യൻ പട്ടാളക്കാരൻ ലംഘിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതായ കുട്ടി, അയാളുടെ പേര്, ആ സഖാവിൻ്റെ പേര് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്നാണ്. നിങ്ങൾ ചെയ്യരുത്, ഇത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയുകയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. എന്നിട്ട് സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഞാനത് തൗഫീഖിൻ്റെ കൂടി അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. അങ്ങേയറ്റത്തെ ജാഗ്രത. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഈ രാഷ്ട്രം നിലനിൽക്കണം, നാട് നിലനിൽക്കണം. നമ്മൾ ജനങ്ങളെ ഈ വിധത്തിൽ അത്തരത്തിൽ വർഗീയതയുടെ കൈകളിലേക്ക് അവരെല്ലാം കൊണ്ടെത്തിച്ചു കൊടുക്കരുത്. 1981 ജൂൺ മാസം 1-ാം തീയതി മുതൽ ജൂൺ മാസം 10-ാം തീയതി വരെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നത്. ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കാനായി അത്തരത്തിൽ തീരുമാനിച്ച് അങ്ങനെ വരുന്ന അവസരത്തിൽ അവസാനത്തെ ശ്രീമതി ഗാന്ധിയുടെ ടെലിഫോൺ കോൾ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഡൽഹിയിലേക്കാണ് ചെല്ലുന്നത്. അദ്ദേഹത്തെ കാണണം എന്നാവശ്യപ്പെടുന്നു. അദ്ദേഹത്തെ വിളിക്കുമായിരുന്നത് ചാച്ചാജി എന്നാണ്. ഐ വാണ്ട് ടു സീ ചാച്ചാജി എന്നതായിരുന്നു ആ സന്ദേശം. ഹർകിഷൻ സിംഗ് സുർജിത്ത് ശ്രീമതി ഗാന്ധിയുടെ വീട്ടിലേക്ക് പോയി. അന്ന് പ്രധാനമന്ത്രിയാണ് അവർ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രീമതി ഗാന്ധി അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ചാച്ചാജി എനിക്കിങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു, ഇനി മാർഗമില്ല എന്നത്. ഇത് ഞാൻ പറയുന്നത് മുഴുവൻ സത്യവും ഇത് സത്യമല്ലാത്തതായി ഞാനൊന്നും കൂടെ പറഞ്ഞിട്ടില്ല. സംശയമുണ്ട് എങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളോട്, വളരെ പ്രായമുള്ളവരോട് ചോദിക്കണം, ഇന്നും ഡൽഹിയിൽ ജീവിക്കുന്നവരോട്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാണ് സഖാവ് സുർജിത്ത് പടിയിറങ്ങിയത്. ഓർമ്മയുണ്ടോ തൗഫീഖ്, ശപിക്കപ്പെട്ട ഒരു പ്രഭാതം ഒക്ടോബർ മാസം 31 1984 എന്താണ് സംഭവിച്ചതെന്ന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം ഔദ്യോഗിക വസതിയിൽ അത്തരത്തിൽ വെടിവെച്ച് കൊല്ലപ്പെടുന്നതായ നിലയിലേക്കും പിന്നീട് ഉണ്ടായിട്ടുള്ള വർഗീയ ലഹളകളും, അതിന് എന്തൊക്കെയാണ് ഉണ്ടായത് ഡൽഹിയിലും മറ്റുള്ളിടങ്ങളിലും എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത്തരം കൂട്ടക്കുരുതികളാണ് നടന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുള്ള ശ്രമം നടത്തുന്നത് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടിയായി പിറവിയെടുത്തതായിട്ടുള്ള അണലിപ്പാമ്പിനെയാണ് പ്രസവിക്കുക. മൂർഖം പാമ്പിൻ്റെ മുട്ടയിൽ നിന്ന് മൂർഖം പാമ്പ് മാത്രമാണ് പൊട്ടി വിടരുക, ചേര മഞ്ഞച്ചേര അല്ല അങ്ങനെ ഇറങ്ങി വരിക. ഇവിടെ ആരാണ് ഈ വെൽഫെയർ പാർട്ടി? ഒന്ന് പരിശോധിച്ച്. വെൽഫെയർ പാർട്ടിയുടെ ജന്മം എപ്പോഴാണ്? എവിടെ നിന്നാണ് ഇതിൻ്റെ വരവ്? ഇതിൻ്റെ വരവ് എന്നുള്ളത്, ഇത്തരത്തിലുള്ളൊരു പാർട്ടി, ആ പാർട്ടിയുടെ ജനനം എന്നുള്ളത് RSS എങ്ങനെയാണോ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മൂഞ്ചി 2-ാം വട്ടമേശ സമ്മേളനത്തിന് പോയിട്ട് മുസോളിനിയെ വന്ന് കണ്ട് അവിടെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വോളണ്ടിയർമാർ ഏത് വേഷത്തിലാണോ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ ഗണവേഷധാരികളായി ഇവിടെ തുടങ്ങുന്നത് പോലെ തന്നെ അങ്ങനെ ചില മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ വർഗീയതയിൽ ചാലിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയം എങ്ങനെയാണോ നടത്തുന്നത് അതിൻ്റെ ഡിറ്റോ പകർപ്പായി ഈ വെൽഫെയർ പാർട്ടി മാറി. കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കെതിരായും അത്തരത്തിൽ രംഗത്തിറങ്ങുന്നതിൻ്റെ, അതിന് ഒരു അവിശുദ്ധ സഖ്യത്തിൻ്റേതായിട്ടുള്ള അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടി മാറി. നോക്കുക, SDPIയും NDFും തമ്മിലുള്ള ബന്ധമാണ്. അതും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് ഇവർ പല ആളുകളും വരികയും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകളായി മാറുകയും അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ അങ്ങനെ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഈ വെൽഫെയർ പാർട്ടിയെ വല്ലാതെ ഇങ്ങനെ ഈ നമ്മളിങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, ലോണ്ടറിയിലിട്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം, ഇവിടെ അവിശുദ്ധ സഖ്യം ഉണ്ട് എന്നുള്ളത് അത്തരത്തിൽ ഇത് മഴവിൽ സഖ്യമൊന്നുമല്ല. മഴവിൽ എന്നുള്ള യഥാർത്ഥമാണ് എങ്കിലും കാണുന്നത് ചക്രവാളത്തിൽ അങ്ങനെ കാണുന്നതിനെല്ലാം കുട്ടികളെ കാണിക്കുന്നതുമെല്ലാം മനോഹരമായ ഒരു
കാര്യമാണ്. ഇതെന്താണ്? ഈ നാടിനും ഈ രാഷ്ട്രത്തിനും ഏറ്റവും ഭീഷണമായിട്ടുള്ളൊരു കാര്യമാണ്. വിദേശ പണമടക്കം ഒഴുക്കുകയാണ്. രാഷ്ട്രവിരുദ്ധ ശക്തികളുമായിട്ടാണ് ഇത്തരത്തിലുള്ള സഖ്യം ചെയ്യൽ. അതിലേക്ക് കോൺഗ്രസ് ഒരു കാരണവശാലും എത്തരുത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരായി ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായി BJP സഹായിച്ചു കൊടുത്തത് ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലേ? ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇവിടെ അന്നത്തെ ടെലിവിഷനിലടക്കം രാവിലെ ഈ ചില അതിൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമത്തിൽ രാവിലെയെല്ലാം ആ ടെലിവിഷൻ ചാനലിൽ എഴുതി കാണിച്ചത് അവസാനത്തെ തരിഗാമിത തീരുന്നു എന്നുള്ളതായിരുന്നു. വലിയ ആഹ്ലാദമായിരുന്നു. അത് മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട്, ഗർഭം ചെറുതും വലുതുമില്ല, അത് എന്തായാലും പുറത്തു വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ചാപിള്ളയാകണം എന്നുള്ളത് കൊണ്ട് ആ ടെലിവിഷനിൽ ഉച്ചയ്ക്ക് 12-12:30 മണിക്ക് എഴുതി കാണിച്ചത് അതൊക്കെയായിരുന്നു. ജീവിതത്തിൽ 9 തവണ ഭീകരവാദികളുടെ ആക്രമണത്തിന് വിധേയമായിട്ട് പോലും അങ്ങനെ രക്തസാക്ഷി ആകേണ്ടി വന്നില്ല. ഇപ്പോഴും ജീവിക്കുന്നു. 40ാമത്തെ വയസ്സിൽ കടുത്ത ഡയബറ്റിക് രോഗിയായ ഒരു മനുഷ്യൻ, തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട 4 ആളുകൾ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അവിടെ പരാജയപ്പെടുത്താൻ BJP ഉപയോഗിച്ച് തീരുന്നില്ല. ഇവിടെ ഈ പറയുന്ന കൂട്ടുകെട്ടിൻ്റെ ഉണ്ടല്ലോ, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെ SDPI അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ആ SDPIയുമായി ബന്ധപ്പെട്ട് PDF, ഇപ്പോൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്, ഇവരെല്ലാം ഡിണ്ടുകളിൽ CPIM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായി എന്താ ചെയ്തത്? ഡിണ്ടുകളിൽ തമിഴ്നാട്ടിൽ CPIM സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ചത് ആരായിരുന്നു? ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ BJP ഉപയോഗിച്ച ചട്ടുകത്തിൻ്റെ പേര് ADMK എന്നായിരുന്നു. കാരണം ADMK BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ മുമ്പിൽ കണ്ടത്. എന്തും പറയാം, ശരിയാണ്. മഴ, കനത്ത മഴ തിരുവനന്തപുരത്ത് പെയ്തു, എറണാകുളത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ രാജിവെക്കണം, പറയാം. BLOമാർ മറ്റു പല സംസ്ഥാനങ്ങൾ രാജിവെച്ചു, അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ രാജിവെക്കണം, പറയാം. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, UDFൻ്റെ ഭരണകാലത്ത് ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4ാം നിലയിലേക്ക് പടി ചവിട്ടി കയറിപ്പോയ ഒരു മുൻ കേന്ദ്രമന്ത്രി, പിന്നീട് ഗവർണറായി ഉണ്ടായിരുന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പടി ചവിട്ടി കയറി, ഐ ആം ഓക്കെ, ഐ വിൽ ബി കമ്മിങ് ബാക്ക്, ഓക്കെ, ഐ വിൽ ബി ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് പടി കയറിപ്പോയ മനുഷ്യനെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടിയിലെടുത്ത് ആരോഗ്യമന്ത്രിയുടെ പേരിൻ്റെ വള്ളി അങ്ങ് മാറ്റിക്കഴിയുമ്പോൾ എന്താവുമായിരുന്നോ അത് തന്നെയായി എടുത്തുകൊണ്ട് വരേണ്ടി വന്ന ഗതികേട് മറന്നു പോകരുത്. ഇവിടെ ഈ കേരളത്തിൽ വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ 9 കൊല്ലമായി ഒരെണ്ണം ഉണ്ടായിട്ടില്ല. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഘോഷയാത്രകളുടെയും പെരുന്നാളുകളുടെയും തിരുനാളുകളുടെയും ഒന്നും കുറവ് കൊണ്ടൊന്നുമല്ല, വിശ്വാസികളുടെ കുറവ് കൊണ്ടൊന്നുമല്ല. ഇവിടെ ഈ തിരുവനന്തപുരം കത്തിയതാണ്. 14 ജില്ലകളിൽ 11 മനുഷ്യരാണ് മരിച്ചു വീണത്. മറന്നു പോവരുത്. വർഗീയതയുടെ വിളയാട്ടം കൊണ്ട് അത്തരത്തിൽ കളിയാടിയ ഒരുപാട് ആളുകളുണ്ട്. 9 കൊല്ലക്കാലം ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാൻ സമ്മതിക്കാതെ കേരളത്തെ നിർത്തുമ്പോൾ വികസനവും ക്ഷേമവും സമാധാനവും എന്നത് മുദ്രാവാക്യം മാത്രമല്ല, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ തലയാട്ടാൻ കേരളത്തിൽ കഴിയും. അങ്ങനെ തലയാട്ടാനായി ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും തൗഫീഖിൻ്റെ കൂട്ടുകാർക്കും കഴിയില്ല. വേഷം കണ്ടാൽ അറിഞ്ഞുകൂടെ തീവ്രവാദിയെ എന്ന് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അത്തരത്തിൽ ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് എല്ലാവിധത്തിലും ഒത്താശ ചെയ്തു കൊടുത്ത് തങ്ങളോടൊപ്പം മത്സരിക്കുന്ന സഖ്യകക്ഷികളെ അടക്കം ചതിവിൽപ്പെടുത്തുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള നിലപാടുകളുണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന തേജസ്വി യാദവിനെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞത് കോൺഗ്രസ് അല്ല എന്ന് പറയുമോ? നിർത്താൻ സ്ഥാനാർത്ഥിയില്ലാതെ വന്നപ്പോൾ വഴിയെ പോയ ആളുകളെ അടക്കം വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥികളായി കിട്ടേണ്ടിയിരുന്ന ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി കളഞ്ഞതും ഇപ്പോൾ അടി എവിടെ നിന്നും തുടങ്ങുന്നു? ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് സാധാരണ ഇവിടെ കോൺഗ്രസിൻ്റെ ആഫീസിലാണ് നിരീക്ഷകർ വരുമ്പോൾ അടി നടക്കുക എന്നതും വസ്ത്രാക്ഷേപം നടത്തുക എന്നുള്ളത്. അവിടെ കണ്ടത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കൂട്ടയടി ആരംഭിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ് നമ്മൾ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ്, ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായ പോരാട്ടമാണ്. ആ രാഷ്ട്രീയമായ പോരാട്ടത്തിൽ 3ാമത്തെ തവണയും അധികാരം നഷ്ടപ്പെട്ടു പോയേക്കും എന്നുള്ള വിഹ്വലത കൊണ്ട് ആരുമായും എങ്ങനെയും അത്തരത്തിൽ സന്ധി ചെയ്യുക, കൂട്ടുകെട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചുപോക്ക് പിന്നീട് കഴിയാതായിപ്പോകും. അതാണ്. അതായത് ദേശീയ പരിപ്രേക്ഷ്യത്തിൽ തന്നെ ഈ അപകടകരമായ ഈ മഴവിൽ സഖ്യത്തിൻ്റെ അപകടങ്ങൾ, ഇത്തരത്തിൽ മതരാഷ്ട്രവാദം മുമ്പോട്ട് വെക്കുന്ന ഏത് വിഭാഗത്തുമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന വലിയ അപകടങ്ങൾ, അത് കോൺഗ്രസ് ഇരയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിന് മുമ്പൊക്കെ നാം കണ്ട കാര്യങ്ങളാണ്. ഇതേ സംബന്ധിച്ചാണ് അദ്ദേഹം വരച്ചിട്ടത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഞാൻ തൗഫീഖിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജയചന്ദ്രൻ, താങ്കൾ കുട്ടനാട്ടുകാരനാണ്, ഒരു നെൽകർഷകനാണ്. അങ്ങനെയുള്ള വശത്ത് കർഷകർക്ക്, നെൽകർഷകരെ സംബന്ധിച്ച് കോൺഗ്രസ് പറഞ്ഞ അപഖ്യാതികൾ, നിലവിലെ വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ
ഒറ്റപ്പെട്ട ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ എടുത്തുകാട്ടി അതിൻ്റെ യശസ്സിനെ മുഴുവൻ കെടുത്താനുള്ള ശ്രമങ്ങൾ, ഇത്യാദി രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ വലിയ രൂപമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ കോൺഗ്രസും UDF ഉപയോഗിക്കുന്നതെന്നതാണ് സാരം. ഇവർ മറ്റു പലതും കാണുന്നില്ല. ഇതാണ് എ സമ്പത്ത് സൂചിപ്പിച്ചത്. ശ്രീ ജയചന്ദ്രൻ, എത്രയാണ് കർഷകർക്ക്, നെൽകർഷകർക്കുള്ള താങ്ങുവില? അതെ, സമ്പത്ത് അക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിശദമായ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ അനുഭവത്തിന്റെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ താങ്കൾ ചോദിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ്, ഈ പ്രത്യേകിച്ചും താങ്കൾ ചോദിച്ചല്ലോ നെല്ലിന്റെ പ്രശ്നം, അത് പറയുന്നതിന് മുമ്പ് തൗഫീഖ് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു. എന്താണെന്നറിയാമോ? ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഉണ്ട്, എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. ഇല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? LDF-ൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിയോ തങ്ങൾ സർവവും തികഞ്ഞവരാണ് എന്ന അഹങ്കാരത്തോടെ വർത്തമാനം പറയാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അടയാളപ്പെടുത്തേണ്ട ചില വളരെ പ്രധാനപ്പെട്ട അഖിലേന്ത്യാ തലത്തിൽ തന്നെ റെക്കോർഡുള്ള ചില കാര്യങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അത് ചിലത് മാത്രം സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധം ജനറൽ ആശുപത്രികളിൽ വരെ ഹൃദയം മാറ്റുക ശസ്ത്രക്രിയ നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ ജനറൽ ആശുപത്രികളിലടക്കം ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതേപോലെ തന്നെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ ആശുപത്രികളിലും നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം. പക്ഷെ ചില വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്, അതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അത്തരം വീഴ്ചകളും കൂടെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറയാറുമുണ്ട്. അതിനെ പറയാതിരിക്കുന്ന എന്തിനാണ്? പക്ഷേ പർവ്വതീകരിക്കുമ്പോൾ തൗഫീഖിനെ പോലുള്ള യുവാക്കളായ നേതാക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണല്ലോ നിങ്ങൾ എന്നാണല്ലോ നമ്മളൊക്കെ എന്നും പറഞ്ഞു പോരുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഇന്നത്തെ യുവാക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണെന്ന് തന്നെയല്ലേ? അപ്പൊ അത്തരം വാഗ്ദാനങ്ങളായിട്ടുള്ള നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ, ഈ ചർച്ചകൾക്കൊക്കെ സജീവമായി പതിവായി പങ്കെടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കേവലം മൈതാന പ്രസംഗങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം ശബ്ദം അധരവ്യായാമം പോലെ ചാനൽ ചർച്ചകൾ കയറിയിരുന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ കഷ്ടമാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ടല്ലോ നിങ്ങളെപ്പോലുള്ളവർ. നിങ്ങളുടെ കുറ്റമായിട്ട് ഞാൻ പറയില്ല കേട്ടോ. കാര്യം അത് നിർമ്മിച്ച് തരുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ വേണം, കയറിൽ ചർച്ചയ്ക്ക് പോയാൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു കൂട്ടരുണ്ട്. അത് നിങ്ങളുടെ മാത്രം കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കളെ പോലുള്ളവർ അങ്ങനെ അത് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നൊരു നിർദ്ദേശം മാത്രം വെക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇനി ഈ കാർഷിക മേഖലയുടെ അടിസ്ഥാനപരമായ പ്രശ്നത്തെ കുറിച്ച് താങ്കൾ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ തൗഫീഖ്? ഇന്ത്യയിൽ ഈ നമ്മുടെ ഈ നെല്ല് സംഭരണ പദ്ധതി എന്ന് പറയുന്ന പരിപാടി 100% ഒരു CSS പരിപാടിയാണ്. അതായത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. 100%. സാധാരണ നമ്മൾക്കുള്ള ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് 60-40% ആണ്. പക്ഷെ നെല്ല് സംഭരണ പദ്ധതി എന്ന് പറയുന്നത് 100% കേന്ദ്ര ഭക്ഷ്യവകുപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ 100% പണവും തരേണ്ടത്, എടുക്കുമ്പോൾ തന്നെ പണം തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവർ തരാതിരുന്നു, നിരന്തരമായി തരാതിരിക്കുന്നു, വീണ്ടും അത് തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഫോം ചെയ്തിട്ട് അവരിൽ നിന്ന് പണം കടമായി വാങ്ങി, വായ്പയായി വാങ്ങി കർഷകർക്ക് കൊടുക്കുകയും പലിശ ഗവൺമെന്റ് അടച്ചു തീർക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ തൗഫീഖ് അടക്കം ആരെങ്കിലും പറയാറുണ്ടോ നിങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ, യൂണിയൻ ഗവൺമെന്റ് നിങ്ങൾ ഈ പണം കൃത്യമായി കൊടുക്കണം? കാരണം നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഇത്രയും പണം ചെലവഴിച്ച് ഈ പരിപാടി നടത്തുമ്പോൾ ന്യായമായി തരാതിരിക്കുക. അതിന് BJP-ക്കാരെ വിളിച്ചാൽ ചാനൽ ചർച്ച വന്നിരുന്ന അവർ പറയുന്നത് താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല. എന്റെ സാറെ, കണക്കെടുക്കേണ്ടത് ആരാണെന്നേ? ഭക്ഷ്യവകുപ്പ് നേരിട്ട് 100% പണം കൊടുത്ത്
നെല്ലെടുക്കുമ്പോൾ പൈസ കൊടുക്കുന്ന ഉത്തരവാദിത്തമുള്ള പദ്ധതിയാണിത്. ഇത് തുടങ്ങുന്നതെന്നാണ് തുടങ്ങുന്ന 1965-ലാണ്. അന്ന് എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്? പ്രഖ്യാപനം കൊണ്ടാണ് തുടങ്ങുന്നത്. ഇതൊക്കെ വലിയ ചരിത്രമുണ്ട് തൗഫീഖെ. ഇതൊക്കെ നിങ്ങൾക്ക് അനായാസം പരിശോധിച്ച് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവിടെ കേരളത്തിൽ ആരംഭിക്കുന്നത് എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലമായപ്പോൾ 2005 ഒടുവിൽ തീരുമാനിക്കുന്നു, 2006 ഫെബ്രുവരിയിൽ നടപ്പാക്കാൻ തുടങ്ങുന്നു. DF സർക്കാരിന്റെ കാലമാണ് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കി വരുന്നത്. പക്ഷെ പൈസ കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ, പോട്ടെ നേതാവ് വേണ്ട, ആ നേതാക്കന്മാർക്കെല്ലാം രാഷ്ട്രീയം ഉണ്ടാവും, നിങ്ങളടക്കം, പക്ഷെ ഏതെങ്കിലും ഒരു കർഷകനെ, കൃഷിക്കാരൻ, കോൺഗ്രസ്സുകാരൻ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും അങ്ങനെ പറയുന്നത്? കാരണം എന്താണ്? അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് മുഴുവൻ പിണറായി വിജയൻ തരേണ്ട കാശാണ്. എന്നിട്ട് അവരോട് ഇരക്കുകയാണ്. ഇത് ഈ കേന്ദ്ര സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് 60-40 കാര്യം ഇനി പറയുന്നത് കേട്ടോ. ഇനി പറയുന്നത് ഈ 60-40% വരുന്ന പണം എന്ന് പറയുന്നത് നമ്മളെ അടിച്ചുകൊണ്ട് പോകുന്ന ടാക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് അർഹതമായത് ആർട്ടിക്കിൾ 270 പ്രകാരം ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതാണ് ഇങ്ങോട്ട് തരേണ്ടത്. അതാണ് ഇവർ തരാതിരിക്കുന്നത്. അതിനാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 8-ാം തീയതി ജന്തർ മന്ദറിൽ പോയി മുഖ്യമന്ത്രി അടക്കമുള്ളവർ, MLA അടക്കമുള്ളവർ സമരം നടത്തി സുപ്രീം കോടതിയിൽ കേസും കൊടുത്തത്. ഇത് വേറെ ചരിത്രം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സംസ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇവിടുത്തെ പൗരനായ, വെറും പൗരൻ മാത്രമാണ് പറഞ്ഞാൽ പോരല്ലോ, കോൺഗ്രസിന്റെ യുവ നേതാവായ തൗഫീഖ് പറയുന്നത് ഈ പിണറായി വിജയൻ മൊത്തം മുടിക്കുകയായിരുന്നു ഇത്രയും. അങ്ങനെ ഈ വസ്തുതകളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അതിന്? പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ നമ്മളെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നപ്പോ കിഫ്ബി എന്ന പരിപാടി ഇല്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയേനെമായിരുന്നു ഈ സംസ്ഥാനം ഇന്ന്? ഈ കിഫ്ബി എന്നാണ് വരുന്നത്. 2014 താങ്കൾ സമ്മതിക്കുമല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കിഫ്ബിയുടെ ഉണ്ടായിരുന്നു എന്നുള്ളതും സമ്മതിക്കണമല്ലോ. അത് ഉണ്ടായിരുന്നല്ലോ. അതിനെ റിവൈവ് ചെയ്ത് എടുക്കുകയാണ് 2014 LDF സർക്കാർ ചെയ്തത്, 2021 തുടർന്നുകൊണ്ട് പോരുന്നതും. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ അതിനെ സംബന്ധിച്ചുള്ള പ്രൊജക്ഷൻ എന്തായിരുന്നു? പക്ഷെ ഇൻ എഫക്ട് എത്രയാണ് ചെയ്തത്? 50,000 കോടി പ്രൊജക്ഷൻ ആയിരുന്നു. പക്ഷെ 5 വർഷം കൊണ്ട് തന്നെ 62,000 കോടിയാക്കി. ഇപ്പൊ അത് 93,000 കോടി ആയിരിക്കുന്നു. അതാണ് അതിന്റെ സ്ഥിതി വെച്ച് നിൽക്കുന്നത് തൗഫീഖെ. അപ്പൊ ഈ പണം കൊണ്ടാണ് താങ്കളുടെ നിയോജകമണ്ഡലത്തിലടക്കം, അല്ലെങ്കിൽ താങ്കളുടെ വാർഡുകളിലടക്കം എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നവകേരള സദസ്സിനെ നിങ്ങൾ എല്ലാവരും, താങ്കളടക്കം കുറ്റം പറയുന്നുണ്ടല്ലോ, നിറയെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. ഈ അൻവറിന്റെ മാറ്റി നിർത്തിക്കോളൂ നിങ്ങൾ. ബാക്കി ഉള്ള സ്ഥലങ്ങളിലെ പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലത്തിന് പൈസ കിട്ടിയിട്ടില്ലേ? ഇത്രയും ചീത്ത വിളിച്ച കോൺഗ്രസ് MLA മാർ 7 കോടി രൂപ വെച്ച് ഭരണകക്ഷി MLA മാർ വാങ്ങിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തെ എല്ലാ MLA മാരും 7 കോടി രൂപയുടെ ഇത് വിഹിതം വാങ്ങിച്ചല്ലോ നവകേരള സദസ് വഴി. അതെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും. എന്താണ് ഈ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ MLA മാരോ ഇതൊക്കെയുള്ള കാര്യം ഞങ്ങൾക്ക് ഈ പൈസ വേണം കേട്ടോ എന്ന് പറഞ്ഞ് വാങ്ങിക്കാതിരുന്ന എന്താണ്? അത് വേണം, അത് ഗവൺമെന്റിന്റെ പൈസയാണ്, വേണം. പക്ഷെ ചീത്ത വിളിക്കാൻ അതുള്ള ലൈസൻസും ഞങ്ങൾക്ക് തരണം. ഇതല്ലേ നിങ്ങളുടെ കയ്യിലിരിപ്പ്? ഈ കയ്യിലിരിപ്പാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇത് ഞാനിപ്പോ പറയേണ്ട വാസ്തവത്തിൽ ഇപ്പൊ പറയേണ്ട കാര്യമല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പൊ പറയേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ താങ്കൾ ബോധപൂർവ്വം അത് വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ് ഞാനും എന്നാൽ ബോധപൂർവ്വം തന്നെ ഈ വഴിയിലേക്ക് തന്നെ വന്നേക്കാം എന്ന് തീരുമാനിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ പറയാൻ ഏറെ കാര്യങ്ങൾ ഏത് മേഖലയെ സംബന്ധിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അതിന്റെ സ്റ്റാറ്റിക്സ് വെച്ച്, അതിന്റെ പൊളിറ്റിക്സ് വെച്ച്, അതിന്റെ യൂണിയൻ ഗവൺമെന്റ് ഷെയർ വെച്ച് എല്ലാം പറയാനുണ്ട്. ഒരു സംശയവുമില്ലാതെ പറയുകയും ചെയ്യും. ശ്രീ തൗഫീഖ്, അതായത് 5 ലക്ഷത്തിലധികം പേർക്ക് വീട്, ഭക്ഷണം, ആപത്ത് കാലത്ത് കൃത്യമായി അവരെ കരുതിയത്, 2000 രൂപയോളം പെൻഷൻ. താങ്കൾ നേരത്തെ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ അംശങ്ങളുണ്ട്. 600-ൽ 580 വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചായിരുന്നു ഒന്നാം പിണറായി സർക്കാർ ഇറങ്ങുന്നതും അത് രണ്ടാമതും തുടരുന്നതും. ഇപ്പോഴും അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞും തീർത്തും ചെയ്തും വരികയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പണ്ട് അനിലക്കരയ്ക്ക് പറ്റിയതുപോലെയുള്ള അബദ്ധം കോൺഗ്രസ്സിനാകെ പറ്റരുത്. എന്തിനേയും ജനക്ഷേമത്തെ അടക്കം കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന ആ പ്രതിലോമ രാഷ്ട്രീയം, അതല്ല പ്രതിപക്ഷ പ്രവർത്തനം. അത് കണ്ടെത്തിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ തദ്ദേശത്തിലും അടി ലഭിക്കും. നിങ്ങളുടെ ഒന്നാം ശത്രു BJP ആണ്.
പക്ഷേ നിങ്ങൾ ഇടതുപക്ഷത്തെയാണ് ആശയപരമായ ശത്രുതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിയ പരാജയം കോൺഗ്രസിന് നേരിടേണ്ടി വരും. ഇതാണ് ദേശീയ തലത്തിലുണ്ടായതും അതിൻ്റെ കൾമിനേഷനുമൊക്കെ ശ്രീ സമ്പത്തും ജയചന്ദ്രനും വരച്ചിട്ടത്. തൗഫീഖ്. ശ്രീ അജിംഷാദ്, അതായത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മുൻ പാർലമെന്റ് അംഗം CPM-ന്റെ മുതിർന്ന നേതാവ് ശ്രീ സമ്പത്തിനും ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രനും മറുപടി പറയാനുള്ള സമയം അങ്ങ് എനിക്ക് അനുവദിക്കണം. അതായത് ആദ്യമായി ഘോരം ബഹുമാനപ്പെട്ട മുൻ പാർലമെന്റ് അംഗം പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ വർഗീയവാദികളുമായി കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ വർഗീയവാദികളുമായി സന്ധി ചെയ്ത് ഇത്തരത്തിലുള്ള അധികാരത്തിലേറിയ ആളുകൾ ആരെന്ന് ചോദിച്ചാൽ വളരെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ലാതെ പറയാം, അത് CPM തന്നെയാണ്. അതായത് ഞാൻ ഈ ചർച്ചയ്ക്കിരിക്കുന്നത് പത്തനംതിട്ട അടൂരിലാണ്. എൻ്റെ ജില്ലാ ആസ്ഥാനം പത്തനംതിട്ടയാണ്. അവിടുത്തെ നഗരസഭാ ചെയർമാൻ്റെ പേര് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് അല്ല, CPM ആണ്. അദ്ദേഹം പിന്തുണയിലിരിക്കുന്നത് SDPയുടെ പിന്തുണയോടുകൂടിയാണ്. ഫാക്റ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം, എന്തെങ്കിലും ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. ഇതേ SDPയുടെ പിന്തുണ വാങ്ങി കേരളത്തിൽ ഉടനീളം ഭരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളുമായി വരുന്നത് എന്ന് പറയുന്നിടത്താണ് അജിംഷാദെ അതിൻ്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും വളരെ കൃത്യവും വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് എന്തുമാവാം, തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു വെക്കാം, മറ്റുള്ളവർ അതൊന്നും ചെയ്യരുത്, ഇല്ലെങ്കിൽ മറ്റുള്ളവർ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലും ഇടപെടരുത് എന്ന് പറയുന്നിടത്താണ് ഇവരുടെ ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി മുൻപടക്കം വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയ ആളുകൾ, ജമാഅത്ത് ഇസ്ലാമിയുമായി പിന്തുണ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ അമ്പുകൾ എയ്യാൻ വരുന്നതെങ്കിൽ അതൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വില പോകില്ല. കേരളത്തിൽ CPM വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാണ്. കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. കാരണം മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലുടനീളം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രവർത്തനങ്ങളിലടക്കം ബഹുദൂരം മുന്നോട്ട് പോയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ടീം UDF ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. കേരളത്തിലുടനീളം കഴിഞ്ഞ 9 വർഷക്കാലം ഭരിച്ചു മുടിച്ച ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ വിചാരണയ്ക്ക് കൂടിയുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അജിംഷാദെ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതട്ടെ, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ ജനങ്ങളും വിധി എഴുതട്ടെ എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ വസ്തുത നിലനിൽക്കുന്നത്. ഒറ്റ കാര്യം, താങ്കൾ ഈ പറഞ്ഞ വലിയ കോൺഫിഡൻസ് 9.5 വർഷത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ പറയുന്ന അവരുടെ ജനക്ഷേമം ഒന്നുമില്ലാതെ പ്രവർത്തിച്ച് ജനദ്രോഹമാണ് എന്ന് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പരമ്പരാഗതമായ മുന്നണിയെ വിട്ട് എന്തിനാണ് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂട്ടുപിടിക്കുന്നത്? ഒറ്റയ്ക്ക് മത്സരിച്ചൂടെ? അല്ലെങ്കിൽ നിങ്ങളുടെ പരമ്പരാഗത മുന്നണിയിൽ തന്നെ മത്സരം കാഴ്ചവെച്ചു? എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഒരു മുന്നണിയെയും ഞങ്ങൾ UDF-ൽ ഞങ്ങളുടെ മുന്നണിയിലുള്ളത് അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് അടക്കമുള്ള പാർട്ടികളാണ് UDF മുന്നണിയിലുള്ളത്. അല്ലാതെ മറ്റു പാർട്ടികളൊന്നും UDF മുന്നണിയിലില്ല. അങ്ങോട്ട് ഞാൻ വളരെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അങ്ങയോട് സ്നേഹപൂർവ്വം സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങളെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന ആളുകൾ നിരവധിയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അസാധാരണമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ സംജാതമാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ നാറിയ ഭരണം എങ്ങനെയും പുറത്തു വിടണം എന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണ വാങ്ങിച്ച ആളുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവിധമായ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളുകൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഇതിനെയൊക്കെ വല്ലാത്ത രീതിയിൽ വെള്ളപൂശാൻ തള്ളി പറയുന്നത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ അപഹാസ്യം നിലനിൽക്കുന്നത്. ഇവിടെ SDPയുടെ പിന്തുണ വാങ്ങിച്ച് കേരളത്തിലെ പല ത്രിതല പഞ്ചായത്തിലും അധികാരത്തിലിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ രംഗത്ത് വരുന്നത്. എൻ്റെ ഒരു സംശയം, ഈ മുന്നണി സ്വഭാവത്തിലുള്ള സഖ്യമല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നണി സീറ്റുകൾ അവർക്കായി ഒഴിച്ചിടുന്നത്? പുറത്തു നിന്നുള്ള പിന്തുണ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നണി സീറ്റുകൾ ഒഴിച്ചിടുന്നത്? മരുതോങ്കര ഡിവിഷൻ എങ്ങനെയാണ് നിങ്ങൾ ഒഴിച്ചിടുന്നത്? ഞങ്ങളുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോ ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റോ UDF-ന്റെ കൺവീനറോ
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന നേതാക്കളിൽ ആരെങ്കിലുമുള്ള ആളുകൾ ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ എവിടെയെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അത്തരത്തിൽ എവിടെയെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 9.5 വർഷക്കാലമായി അംഗമാണ് KT ജെയിംസ്. ഈ KT ജെയിംസ് ആണ് നിങ്ങളുടെ DCC പ്രസിഡന്റിന് വോയിസ് നോട്ട് ഇടുന്നത്. ആ കോർ കമ്മിറ്റി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നവർ പറയുന്ന ഈ കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ താങ്കൾ കേസ് കൊടുക്കൂ, അവർ കേസ് കൊടുക്കട്ടെ. ഇത് അവരുടെ KT ജെയിംസിൻ്റെ ശബ്ദമാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയറിന് ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റാണ് ബ്ലോക്കിൽ, മരുതങ്കര ഡിവിഷൻ. അതുകൊണ്ടാണ് അവിടെ പൂരിപ്പിക്കാതെ ഇട്ടിരിക്കുന്നത് എന്നെങ്ങനെയാണ് പറയാനാകുന്നത്? നിങ്ങൾ മുന്നണി സ്വഭാവത്തിലല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നണിക്കുള്ള സ്ഥാനാർത്ഥിയുടെ വിഹിതം അവിടേക്ക് നൽകുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്നത്? തൗഫീഖ്, ശ്രീ M ജയചന്ദ്രൻ സംസാരിച്ചപ്പോഴും ശ്രീ A സമ്പത്ത് 15 മിനിറ്റ് സംസാരിച്ചപ്പോഴും അങ്ങ് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ ചർച്ചയുടെ ആംഗിൾ മൂന്ന് അംഗങ്ങൾ, അതായത് 3 അനൗദ്യോഗിക CPM ആളുകളും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സമ്പത്ത് ഉൾപ്പെടെയുള്ള 3 ആളുകൾ, അതായത് ആങ്കറും ബഹുമാനപ്പെട്ട CPM 3 അനുകൂല സഹയാത്രികരും ഞാൻ മാത്രമേ പ്രതിപക്ഷത്തിന്റെ വർഷം വിശദീകരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങയുടെ സംശയം എല്ലാം തീർത്തു തരാം. അങ്ങയുടെ സംശയം തീർത്തു തരാം. അങ്ങയുടെ സംശയം എല്ലാം തീർന്നെങ്കിൽ ശ്രീ സമ്പത്ത് നോക്കൂ, ഇവിടെ വസ്തുതാവിരുദ്ധമായ നിരവധി കാര്യങ്ങളാണ് തൗഫീഖ് ഇവിടെ സൂചിപ്പിച്ചത്. അതിലൊന്ന് ചെറിയൊരു കാര്യം ഞാൻ പറയാം. പത്തനംതിട്ട നഗരസഭയുടെ കാര്യത്തിൽ, അതായത് LDF 14 LDF സ്വതന്ത്രൻ ഒന്നും കൂടെ ചേർത്ത് പറയൂ താങ്കൾ തൗഫീഖിന് മറുപടി. നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അവർക്ക് ആ വിധത്തിൽ പകർന്നു കൊടുക്കാനും, രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ പലതും ഉണ്ടാവാം, അത്തരം കാര്യങ്ങൾ. പക്ഷേ വസ്തുതാവിരുദ്ധമായി നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് നമ്മുടേതായ ക്രെഡിബിലിറ്റിയാണ് അത് നഷ്ടപ്പെടുക. എന്താണെന്ന് വെച്ചാൽ ഈ ചില നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ, ഇപ്പോൾ പത്രങ്ങൾ പലതും എന്താണെന്ന് പറഞ്ഞാൽ നുണ, അങ്ങേയറ്റത്തെ നുണ. ആ നുണ തന്നെ ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഇങ്ങനെ ഇത് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസവും ഇല്ല. ഇങ്ങനെ വായിക്കുന്നു കളയുന്നു എന്നുള്ളതുപോലെ. നാളെയും ചർച്ചകളിൽ പങ്കെടുക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും, തൗഫീഖ് ഉൾപ്പെടെയുള്ളവർ. ഞാൻ പത്തനംതിട്ട നഗരസഭയിലാണ് അല്ലേ? പത്തനംതിട്ട നഗരസഭയിൽ ഈ മൊത്തം കൗൺസിലർമാരുടെ എണ്ണം എത്ര തൗഫീഖ്? 32 അല്ലേ? പത്തനംതിട്ട നഗരസഭയിലെ മൊത്തം കൗൺസിലർമാരുടെ എണ്ണം 32. ആ 32 കൗൺസിലർമാർ ഉള്ളതിൽ അവിടെ 3 കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഇല്ലേ തൗഫീഖ്? 3 കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞാലും പുറത്താക്കിയില്ല എന്ന് പറഞ്ഞാലും ഹൂ കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നുമല്ല. അവിടെ പുറത്താക്കപ്പെട്ടതോ അല്ലെങ്കിൽ പുറത്താക്കിയില്ലെങ്കിലും അവർ റിബലായി മത്സരിച്ച് ജയിച്ചിട്ട് ആ 3 റിബലുകളും CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ 3 പേരുടെ വോട്ട് കൊണ്ട് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ആ തെരഞ്ഞെടുപ്പിൽ 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണല്ലോ, അവിടുത്തെ ആ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോഴും അദ്ദേഹം തന്നെയാണല്ലോ. നിങ്ങൾ പറഞ്ഞ SDPക്കാരുടെ വോട്ട് കൊണ്ടല്ല അവിടെ CPM അത്തരത്തിൽ മുനിസിപ്പൽ ചെയർമാനായത്. അതുകൊണ്ട് പത്തനംതിട്ടക്കാരനാണ് ഞാനെന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന അത്തരത്തിൽ സത്യവിരുദ്ധമായത് പറഞ്ഞാൽ ഇനി തല കുലിക്കാലും കണ്ണടച്ചാലും ചെവി അടച്ചു പിടിച്ചാലും ആംഗ്യ വിക്ഷേപം കാണിച്ചാലും സത്യമല്ലാത്തത് സത്യമല്ലാതായി തന്നെ നിൽക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ മുമ്പ് പ്രതിനിധാനം ചെയ്തിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് പാങ്ങോട് എന്നാണ് അതിൻ്റെ പേര്. കല്ലറയ്ക്കപ്പുറത്തുള്ള പാങ്ങോട്, കല്ലറ പാങ്ങോട് സമരത്തിൻ്റെ എല്ലാം അതിൻ്റെ ഈറ്റില്ലമായിട്ടുള്ളൊരു സ്ഥലം. ആ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPIMൻ്റെ അംഗബലം 8, കോൺഗ്രസിൻ്റെ അംഗബലം 7, SDPയുടെ അംഗബലം 2, വെൽഫെയർ പാർട്ടിയുടെ അംഗബലം 2. അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി CPIM ആയതുകൊണ്ട് CPIMന് പ്രസിഡൻ്റായി അത്തരത്തിൽ അവിടെ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ CPIMൻ്റെ നോമിനേഷനെല്ലാം കൊടുത്തു. CPIMൻ്റെ മെമ്പർ വിജയിച്ചു. അപ്പോൾ SDPI വെൽഫെയർ പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. CPIMൻ്റെ നേതൃത്വം തീരുമാനിച്ചു SDPIക്കാരൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു പ്രസിഡന്റ് ഇവിടെ ജയിക്കണ്ട, അങ്ങനെയാണെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. അപ്പോഴും അവിടെ പങ്കെടുക്കുകയാണ്. ഞങ്ങൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെടാനില്ല. അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന പാലിൽ അല്പവും വിഷം ചേർക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഈ കുടിവെള്ളത്തിൽ അങ്ങനെ വിഷം ചേർക്കേണ്ടതായിട്ടില്ല. ഞങ്ങൾക്ക് 8, കോൺഗ്രസിന് 7, SDPക്ക് 2, വെൽഫെയർ പാർട്ടിക്ക് 2. ഇപ്പോൾ ആരാ പ്രസിഡന്റ് തൗഫീഖ്?
ഓർമ്മയില്ലല്ലേ? കോൺഗ്രസ് ആണ് പ്രസിഡന്റ്. കോൺഗ്രസ് എങ്ങനെ പ്രസിഡന്റായി തൗഫീഖ്? SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും 2+2-ൻ്റേതായിട്ടുള്ള ആ വോട്ട് കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങനെ കിട്ടിയത് കൊണ്ട് പ്രസിഡന്റായി. കോൺഗ്രസിൻ്റെ നേതൃത്വം രാജിവെക്കാനായി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് കഥയല്ല, ഇത് കാര്യമാണ്, ഇത് സത്യം മാത്രമാണ്. അതുകൊണ്ട് പത്തനംതിട്ട നഗരസഭയിൽ ഇനി സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈനിൽ പത്തനംതിട്ടയിലെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള ഈ സക്കീർ ഹുസൈനെ കൂടി ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തോളുക. അപ്പോൾ കാര്യങ്ങൾ പൂർത്തിയാവും. അപ്പോൾ അവിടുത്തെ ആ നഗരസഭയിലുള്ള ഞാൻ ഇടപെട്ടില്ല. SDPIക്കാരെ കണ്ടുപിടിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിൽ RSSകാരെ കണ്ടുപിടിക്കുന്നത്? നടത്താമല്ലോ. ആ സക്കീർ ഹുസൈനെ ദയവായി ഒന്ന് ലൈനിലേക്ക് എടുത്തിട്ട് ആ കാര്യത്തിന്റെ ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് എന്തെങ്കിലും നുണ പറയണമെന്നുണ്ട് എങ്കിൽ ആ നുണ പറയുന്നതിന് നാളെ മലയാള മനോരമ എഴുതി തള്ളുന്നത് തന്നെ അപ്പടി അങ്ങ് വിഴുങ്ങണം എന്ന് വെച്ചാൽ അത് കോൺഗ്രസിനാവാം, ഒരു കുഴപ്പവുമില്ല. ഓമനക്കുട്ടനെ കള്ളനെ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അത് തന്നെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്ന കോൺഗ്രസുകാർക്ക് ഇതല്ല, ഇതിനപ്പുറവും ആവാം. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു സഖ്യകക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി പാർലമെന്റ് അംഗങ്ങൾക്ക് വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ രാത്രി വരെ കാത്തിരുന്ന പഴയ ഒരു തെരഞ്ഞെടുപ്പ് ഏജന്റാണ് ഞാൻ, മറന്നു പോവരുത്. അവിടെയാണ് വന്നു നിന്നിട്ട് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ മതനിരപേക്ഷത ഐക്യമെല്ലാം പഠിപ്പിക്കുന്നത്. തീർച്ചയായും തൗഫീഖ് വെള്ളറി പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം താങ്കൾ വസ്തുതാവിരുദ്ധമായി ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. താങ്കളുടെ പ്രദേശം എന്ന് പറഞ്ഞു അത് സമ്പത്ത് കൃത്യമാക്കി അതിന്റെ വസ്തുതകൾ നിരത്തി. അത്രേ ഉള്ളൂ. 15 അംഗങ്ങളുള്ള LDF അല്ലെങ്കിൽ 15 സ്വതന്ത്ര 14+2 LDF സ്വതന്ത്ര 16 അംഗ അല്ല 16 അത് ശ്രീ M. ജയചന്ദ്രന്റെ അവരുടെ മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്ന വാചകം പറഞ്ഞ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. The facts do not cease to exist because they are ignored. The facts do not cease to exist because they are ridiculed. The facts do not cease to exist because they are humiliated. കോൺഗ്രസ്സുകാർ അത്രയും മാത്രം പഠിച്ചാൽ മതി. ശരി ശ്രീ M. ജയചന്ദ്രൻ, ഇതുപോലെയാണ് ഞാൻ അതാണ് അനിലക്കരയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇതുപോലെ ജനങ്ങൾക്ക് വീട് കിട്ടുന്ന പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ച് നമുക്കറിയാം വടക്കാഞ്ചേരിയിലേറ്റ തിരിച്ചടി. അത് ഞാനൊരു സൂചകം പോലെ എടുത്ത് കാണിച്ചതാണ്. ഇങ്ങനെയുള്ള വലിയ തിരിച്ചടി, ക്ഷേമ പെൻഷൻ നൽകുന്നത് കൈക്കൂലിയാണെന്ന് വരെ പറയുന്ന ഈ തൗഫീഖിൻ്റെ ഈ വെളറിയുടെ വലിയ വശം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് കണ്ടതാണ്, കേട്ടതാണ്. ഇതൊക്കെയാണോ പ്രതിപക്ഷ പ്രവർത്തനമെന്ന് തദ്ദേശത്തെ ജനത വിലയിരുത്തില്ലേ? ഇപ്പോൾ പത്തനംതിട്ട ഇപ്പോൾ നഗരസഭാ പ്രസിഡന്റ് ശ്രീ സക്കീർ ഹുസൈൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സക്കീർ ഹുസൈൻ, സ്വാഗതം. അതായത് താങ്കളുടെ നഗരസഭയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഉണ്ടാക്കി. താങ്കൾ ഭരിക്കുന്നത് SDP-യുടെ പിന്തുണയോടെയാണെന്ന്. അതിനെതിരെ കൃത്യമായ കണക്കുകൾ പറഞ്ഞ് ശ്രീ A. സമ്പത്ത് മറുപടി നൽകി. ഇനി താങ്കൾക്ക് തുടരാം. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി SDP-കാരനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ തൗഫീഖ് എന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത്. ശ്രീ സക്കീർ, എന്തൊക്കെയാണ് അതിന്റെ വസ്തുത? 32 അംഗ കൗൺസിലാണ് പത്തനംതിട്ട നഗരസഭയിൽ. 13 കോൺഗ്രസും UDF 13, LDF 13. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കകത്ത് 2 എണ്ണം എങ്ങനെയാണെങ്കിലും UDF-ന് കിട്ടണം. ബാക്കിയുള്ളത് LDF-നുമാണ് കിട്ടേണ്ടത്. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും LDF-ന്റെ കയ്യിലുണ്ട്. UDF-ന് ആകെ ലഭിച്ചത് 13 പേരുണ്ടായിട്ട് പോലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ആരുമായിട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായതെന്നുള്ളത് കണക്കുകൾ പറയുന്നുണ്ട്. UDF ശരിയായ നിലയിൽ കൗൺസിലേഴ്സിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഡിപ്ലോയ് ചെയ്യാത്തത് കൊണ്ട് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് 3 പേരെ കൂടി SDPI വെച്ച് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിക്കുകയായിരുന്നു. UDF കൃത്യമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഡിപ്ലോയ് ചെയ്തിരുന്നുവെങ്കിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDF-ന് കിട്ടും. 13 LDF-ന്റെ സ്റ്റാൻഡിംഗ് മെമ്പർമാർ, UDF-നും 13. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് LDF വിജയിച്ചു വന്നുവെങ്കിൽ 13 അംഗങ്ങൾ ഉണ്ടായിരുന്ന UDF-ന് എന്താണ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഒതുങ്ങിപ്പോയത്? ആര് തമ്മിലായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 റിബൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് KR അജിത് കുമാർ, അദ്ദേഹം പത്തനംതിട്ട നഗരസഭയിലെ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയും വൈസ് ചെയർമാനുമായിരുന്നു.
2005, 2010 കാലയളവിൽ വൈസ് ചെയർമാൻ ആയിരുന്നു, കോൺഗ്രസിന്റെ ചെയർമാൻ ആയിരുന്നു. ആമിന ഹൈദരാലി അവർ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഭർത്താവ് DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു. പിന്നീട് കോൺഗ്രസിന്റെ അമിതമായ ധനമോഹം ഒന്നുകൊണ്ട് മാത്രം അവർക്ക് സീറ്റ് നൽകപ്പെട്ടില്ല. തുടർന്ന് അവർ റിബലായി മത്സരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. മഹിളാ കോൺഗ്രസിന്റെ നേതാവായ ഇന്ദിരാമണിയമ്മ അവർക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഏതാണ്ട് 4 പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്ന ഇന്ദിരാമണിയമ്മ 15ാം വാർഡിൽ UDF-നെതിരായി കോൺഗ്രസിനെതിരായി റിബലായി മത്സരിച്ചു. ഇന്ദിരാമണിയമ്മയും പത്തനംതിട്ട നഗരസഭയിലെ LDF ഭരണസമിതിയെ സപ്പോർട്ട് ചെയ്തു. KR അജിത് കുമാർ, ആമിന ഹൈദരാലി, അതോടൊപ്പം തന്നെ ഇന്ദിരാമണിയമ്മ, ഈ 3 പേരുടെ പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നത്. 16 അംഗങ്ങൾ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും 13 UDF-നും 3 SDPI-യുമായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിലോ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലോ SDPI ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ആടിനെ പട്ടിയാക്കുന്ന പ്രചരണം കുറെ നാളായി നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. മാത്രമല്ല, മുൻപ് പല ചാനലുകളും ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ 3 സ്വതന്ത്ര കൗൺസിലർമാരുടെയും ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന രജിസ്റ്ററും അവരുടെ സത്യവാങ്മൂലവും നോമിനേഷൻ പേപ്പറും അവർ സർവതന്ത്ര സ്വതന്ത്രരായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും യാതൊരു ബന്ധവും SDPI-യുമായിട്ടില്ല. കോൺഗ്രസ് നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കള്ളക്കണക്കുകൾ പറയുന്നത്. MP ഗോവിന്ദൻ മാഷ് പത്തനംതിട്ട നഗരസഭയ്ക്കെതിരായി മലയാള മനോരമ നടത്തിയ അത്തരത്തിലുള്ള പ്രസ്താവനയിൽ വക്കീൽ നോട്ടീസ് അയച്ചതും കൂടി നിലവിലുണ്ട്. ഇത്തരം ആരോപണങ്ങൾ തുടർന്നാൽ ഇത്തരത്തിൽ പറയുന്ന ആളുകൾക്കെതിരെ ഡിഫാമേഷൻ സൂട്ട് കൊടുക്കുന്നതിന് വേണ്ടി കൂടി ഇവിടെ പാർട്ടി ആലോചിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ശ്രീ സക്കീർ ഹുസൈൻ, താങ്കൾക്കൊരു കുതിരപ്പവൻ. കാരണം ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധത പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് കയ്യോടെ എത്തി മറുപടി നൽകിയതിന് താങ്ക് യു വെരി മച്ച് സക്കീർ ഹുസൈൻ. ആരുമായി വേണമെങ്കിലും ഡിബേറ്റിന് തയ്യാറാണ്, എവിടെ വെച്ച് വേണമെങ്കിലും. വെരി ഗുഡ്. ഇതാണ് ശ്രീ M ജയചന്ദ്രൻ. ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്, സമയം അതിക്രമിച്ചു. ഇതാണ് അതിൻ്റെ വസ്തുത. ഈ പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ സക്കീർ ഹുസൈൻ എത്തി അതിൻ്റെ വസ്തുതകൾ നിരത്തിയപ്പോഴാണ് ഇങ്ങനെ മുക്കിനും മൂലയിലും ചെറുതും വലുതുമായി ഇവർ പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങൾ അതാണ് പൊളിഞ്ഞു വീഴുന്നത്. അതിന്റെ ഐസ്ബർഗാണിത്. ഇനിയുമുണ്ട് ഒരുപാട് പൊളിഞ്ഞു വീഴേണ്ട കാര്യങ്ങൾ. കയ്യോടെ ശ്രീ M ജയചന്ദ്രൻ, അത് നന്നായി. സോപ്പ് മുലയുടെ ആയുസ് പോലും ഇല്ലാതെ ഈ ആരോപണം തകർന്നടിഞ്ഞല്ലോ ശ്രീ സക്കീർ തന്നെ വന്നതോടുകൂടി. അതിനു മുമ്പ് എന്താണ് പറയാനുള്ളത്? ശരി, ഇതാണ് വസ്തുത. ഈ പഴഞ്ചൊല്ലിൽ പറയുന്ന പോലെ പണ്ടൊക്കെയാണ് പയ്യെ പയ്യെ, ഇപ്പോൾ കമ്പ്യൂട്ടർ വേൾഡാണ്, അന്നരം കിട്ടും. ഇതാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഈ തദ്ദേശത്ത് ജനതയുടെയും പ്രതികരണം സമ്മതിദാനാവകാശത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകാനുള്ള ഇടമെങ്കിലും കോൺഗ്രസ് സ്വന്തമാക്കൂ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാകുന്നു.